പിന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധന നമുക്ക് കുറച്ചൊക്കെ കേരള സർക്കാരിനോടും പറയാവുന്നത്. അത് വെച്ചിട്ട് എന്തൊക്കെ കിട്ടുന്നുണ്ട്, പെൻഷൻ കാശുണ്ടോ എന്തുണ്ടോ അതൊക്കെ വേറെ വിഷയം. അപ്പം ചെല്ലുന്ന സമയത്ത് ഇതൊക്കെ വോട്ടർമാരുടെ ആശങ്കകളെ അകറ്റാൻ സാധിക്കുന്നുണ്ട്, ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പലതരത്തിലുള്ള പ്രചരണമുണ്ടല്ലോ BJP-ക്കെതിരെ. നമ്മൾ പറയുന്നത് സത്യസന്ധമായിട്ടും മാത്രമല്ല കണക്കുകൾ വെച്ചുമാണ്. അതായത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സത്യസന്ധമായിട്ടൊരു പ്രവൃത്തി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടുകൊണ്ട് എടുത്താൽ അത് തീർച്ചയായിട്ടും ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ് നമ്മുടെ. എവിടെയാ ഞാൻ പേഴ്സണലായിട്ട് വന്നാൽ എവിടെയാ പഠിച്ചതൊക്കെ? ഞാൻ പഠിച്ചത് വൈകുണ്ഠ ബാലിക കോളേജ് ഓഫ് ലോ ഉടുപ്പിയാണ്. കർണാടകയാണ് ബേസ് അല്ലേ? പഠനം മുഴുവൻ അവിടെയായിരുന്നു കന്നഡ. പക്ഷെ മലയാളം നന്നായി സംസാരിക്കുന്നു. കന്നഡ നന്നായി സംസാരിക്കും. അല്ല, വളർന്നതും ഗുരുവായൂരാണ്. കന്നഡ നന്നായി പറയാം, തമിഴ് എഴുതാനും വായിക്കാനും അറിയാം. ട്രൈലിംഗ്വലാണ്, 3 ഭാഷയിൽ. അതല്ല, ഇംഗ്ലീഷുണ്ട്. അപ്പോൾ 4 ഹിന്ദി 5 5 അപ്പോൾ 5 ഭാഷയിൽ സംസാരിക്കും അല്ലേ? 5 ഭാഷയിൽ വോട്ട് ചോദിക്കാം. ഞാൻ കർണാടകയിൽ പോയപ്പോൾ കർണാടകയിലെ സ്ഥാനാർത്ഥിയും ഇതേപോലെ 5-6 ഭാഷകൾ സംസാരിക്കുന്നുണ്ട് എന്നാണ്. കാസർഗോഡ് കർണാടക ബേസ് ആണല്ലോ. അപ്പോൾ പഠിച്ചതെല്ലാം അവിടെയാണ്. പക്ഷേ ഇപ്പോഴും എൻ്റെ ഒരു ചോദ്യം ഒരു പൊളിറ്റിക്കൽ ചോദ്യമാണ്. അപ്പം ഈ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്താണ് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ സന്തോഷകരമായി ജീവിക്കാൻ കഴിയുന്നത്? ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുതൽ ഏതായിരിക്കും എന്നാണ് തോന്നുന്നത്? കർണാടകയിലെ ഒരു അനുഭവം ഉണ്ട്, കേരളത്തിലുണ്ട്. കർണാടകയിൽ പഠിക്കാൻ എനിക്ക് കിട്ടിയ അവസരത്തെ ഞാൻ എപ്പോഴും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അവസരമായിട്ട് കാണുന്നു. കാരണം ആ സമയത്ത് ഇപ്പം നമ്മൾ ആ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞതും ഞാൻ അവിടേക്ക് പോകുകയാണ്. നിരവധിയായിട്ടുള്ള ഒരു ലോ കോളേജ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ലോ കോളേജ് എന്താണെന്നുള്ള പരണ്ണും പറയണ്ടല്ലോ. പക്ഷേ നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ള അവസരം എന്ന് പറയുന്നത് ബെസ്റ്റ് സ്റ്റുഡൻറ് അഡ്വക്കേറ്റ് ആവാൻ എനിക്ക് അവിടെ കഴിഞ്ഞു. യൂണിവേഴ്സിറ്റിയിലെ ബെസ്റ്റ് സ്റ്റുഡൻറ് അഡ്വക്കേറ്റ് ആവാൻ കഴിഞ്ഞു. അത് അവിടുത്തെ ഒരു സാഹചര്യം. അതായത് എൻ്റെ രാഷ്ട്രീയമോ മറ്റുള്ളതോ നോക്കാതെ നമ്മുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ട്. അന്ന് അത് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചു ആ കാലഘട്ടത്തിൽ എന്നുള്ളത് തന്നെ ഒരു തരത്തിൽ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വളരെയധികം കരുത്തായത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് നിവേദിതയാണ്. നിവേദിതയ്ക്ക് വോട്ടർമാരെ വിശ്വസിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പൊന്നാനി എന്ന് പറയുന്നത് എനിക്കറിയാം, ഇതൊരു പൊളിറ്റിക്കൽ ഹാർഡ് ടെറൈൻ എന്ന് നമ്മൾ പറയും. രാഷ്ട്രീയമായി ദുഷ്കരമായ ഒരു ജനവിഭാഗമുണ്ട്, അതായത് BJP-യെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടെ 1 ലക്ഷം വോട്ടെങ്കിലും വർദ്ധിപ്പിക്കുക എന്നുള്ളതൊരു വലിയ ചലഞ്ചാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആത്മവിശ്വാസത്തിൽ നിന്ന് വോട്ടർമാരെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. നമ്മൾ നല്ലത് മാത്രമാണ് ചിന്തിക്കുന്നതും നല്ലത് മാത്രമാണ് എല്ലാവരിലും കാണുന്നതും. അതുകൊണ്ട് പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അതൊന്നും നമ്മൾ മറച്ചു വെക്കുന്നില്ല. പക്ഷെ അതൊക്കെ വെറും നൈമിഷികമാണ്. യഥാർത്ഥത്തിൽ ഞാൻ എന്ത് ചിന്തിക്കുന്നു, എൻ്റെ നിലപാടുകൾ എന്തെന്ന് വ്യക്തമായിട്ട് അറിയുന്നവർ നമ്മളോടൊപ്പം നിൽക്കും. വോട്ടല്ല, അവരവരുടെ ജീവിതം തന്നെ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിയാൽ ഉപയോഗിക്കും എന്ന് തന്നെ വിശ്വാസമുണ്ട്. താങ്ക് യു നിവേദിത ഫോർ ദ ക്ലാരിറ്റി ഓഫ് ദ വേർഡ്സ്. വാക്കുകളുടെ വ്യക്തതയ്ക്ക് നന്ദി. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഇനി യാത്ര എങ്ങനെ തുടരും? ഈ യാത്ര നല്ല ചൂടുണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇത്രയധികം ചൂട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴാണ് കടുത്ത ചൂട്. ഭയങ്കര ചൂടാണെന്ന് മാത്രമല്ല എനിക്ക് വന്ന് ചൂട് കൂടി വരികയാണ്. നമ്മളത് കുറയുന്നതായിട്ട് കാണുന്നില്ല. സാധാരണ ഏപ്രിലൊക്കെ എത്തുമ്പോഴുള്ള ചൂടിനെക്കാട്ടിലും അധികമാണെന്ന് മാത്രമല്ല ഒരു ക്ലൈമറ്റ് ഒട്ടും ഒരു കൂൾനെസ് ഉണ്ടാവുന്നില്ല, ഒരു വാർത്ത ഉണ്ടാവുന്നില്ല. എന്നിരുന്നാലും ഇലക്ഷൻ ചൂടിനെ കുറയ്ക്കുന്ന ഒരു ചൂടാണെന്നും പറയാം. ഇലക്ഷൻ ചൂടിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഈ ചൂട് കൂടുതലാണ്. അപ്പോൾ ചാർധാം യാത്ര മറക്കണ്ട. അപ്പോൾ ചാർധാം യാത്ര വരുമ്പോൾ ഒരു മിസ് കോൾ അടിച്ചോളൂ, നമുക്ക് ഒരുമിച്ച് പോവാം ചാർധാമിലേക്ക്. ഇതുവരെ പോയിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ബേസിക്കലി. ഇനി ഇതൊക്കെ കഴിഞ്ഞ ഒരു യാത്ര ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. താങ്ക് യു നിവേദിത. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തിരൂരാണ്. തിരൂര് നമ്മൾ BJP സ്ഥാനാർത്ഥിയെയും കണ്ടു. നമ്മൾ കഴിഞ്ഞ റൗണ്ടിൽ വന്നപ്പോൾ കാണാൻ സാധിച്ചിരുന്നില്ല, അന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നില്ല. അപ്പോൾ നിവേദിതയ്ക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടു. അപ്പോൾ തിരൂരിൽ പൊന്നാനി മണ്ഡലത്തിൽ മത്സരം കടുക്കും എന്നത് ഉറപ്പാണ്. പക്ഷേ അത് എല്ലാ തവണയും പോലെ ആയിരിക്കില്ല, മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും പൊന്നാനി മണ്ഡലം നൽകുന്നുവെന്നാണ് വോട്ടർമാർ പറയുന്നത്. നമുക്കിതൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തുടരാം. കൂടുതൽ വാർത്തകൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നു. അശ്വമേധം തത്സമയം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഷോർട്ട് ബ്രേക്ക്.